ഹായ്, എനിക്കിന്നേ ഒരു മീനെ കിട്ടി കേട്ടോ. 1000 പല്ലി, 1000 പല്ലി. ഇപ്പൊ അതെന്റെ വായിക്കാത്ത കയറിയാനെ. ഇതിന് 1000 പല്ലുണ്ടോ എന്നൊക്കെ ആരെങ്കിലും എണ്ണി നോക്കിയെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പെട്ടെന്ന് നമുക്കിത് കാണുമ്പോൾ നങ്കയുടെ കണക്ക് തോന്നുമേ. വറക്കാൻ ബെസ്റ്റ് ആട്ടോ, പൊരിക്കാൻ നല്ല ബെസ്റ്റ് സാധനം. അപ്പൊ ഞാൻ ഇതിനെ എന്തായാലും പൊരിക്കാനായിട്ട് പോവുക. അതിനു മുമ്പ് പിന്നെ ഇത് കടലിന്റെ അടിത്തട്ടിലിരിക്കുന്ന മണ്ണിനോട് ചേർന്നിരിക്കുന്ന ഒരു മീനാ. ഇത് ഇച്ചിരി തോലൊക്കെ ഉരിഞ്ഞ് എടുത്ത് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. എന്തായാലും ഞാൻ എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാൻ പോവുക. അതെ, നമ്മുടെ 1000 പല്ലിയെ തോല് പൊരിച്ച് എടുത്ത് കേട്ടോ. ഞാൻ തോല് പൊരിച്ചെടുത്തപ്പോഴത്തേക്ക് സകല ബലമൊക്കെ കൊടുത്ത് ഞാൻ എടുത്തപ്പോഴത്തേക്ക് അത് ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട്. അന്നേരം ഞാനിത് വറുക്കാൻ പോകുന്നത് ഞാനിത് കാണിച്ചു തരാം കേട്ടോ. സ്പെഷ്യൽ മസാലയാ. മസാല എന്ന് പറയുമ്പോൾ കുരുമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. വേറെ മുളക് പൊടിയോ മസാലയോ അല്ലാതുള്ള പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊന്നും ചേർക്കത്തില്ല. നമ്മൾ സാധാരണ കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം. എനിക്ക് തൊലി ഉരിഞ്ഞെടുക്കും, പക്ഷെ ഇതിന് നല്ല കട്ടിയുള്ള മീനല്ലയോ. അപ്പോഴത്തേക്ക് ഞാൻ തൊലി ഉരിഞ്ഞപ്പോഴത്തേക്ക് അത് ആ ഒരു പരുവമായി പോയി ആ മീൻ. റെഡിയാക്കി ഇടേണ്ട ഫേഷ്യലൊക്കെ ചെയ്ത് നമ്മൾ റെഡിയാക്കി ഇച്ചിരി നേരം ഒന്ന് ഇരിക്കട്ടെ. ഒരുപാട് മസാലയൊക്കെ ചേർക്കാഞ്ഞതേ, ഒത്തിരി മസാല ചേർത്ത് കഴിയുമ്പോൾ നമ്മളെ മീൻ അതൊരു നല്ല ടേസ്റ്റുള്ള മീൻ, അതിന്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയത്തില്ല. അതുകൊണ്ടാട്ടോ. പിന്നെ എന്തുണ്ട് ഇന്നൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നും ഇത് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ചെയ്യുന്നത്. ഇന്ന് എന്റെ വെണ്ണയാ, ബട്ടറാട്ടോ. ബട്ടർ ഇട്ട് ഞാനത് ചെയ്യുക. അങ്ങനെ നമ്മുടെ വെണ്ണയെല്ലാം റെഡിയായി ഉരുകി. ഇനി നമുക്ക് നമ്മുടെ 1000 പല്ലിയെ എന്റെ വെണ്ണയ്ക്കകത്തോട്ട് ഇടാം. എണ്ണയ്ക്കകത്തല്ല, വെണ്ണയ്ക്കകത്ത്. അന്യായ മണം കേട്ടോ. ഈ വെണ്ണയുടെ ആയോണ്ടാന്ന് തോന്നുന്നത്. അടച്ചു വെക്കട്ടെ, കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് നമുക്ക് ഇടാം. നോക്കട്ടെ, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. മീനൊക്കെ തെറിച്ചു പോന്നു. വെണ്ണക്കകത്ത് കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് 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 ഇങ്ങനെ 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 ഇങ്ങനെയാണ്. മണം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഞാനിത് തിരിച്ചിടാൻ പോവുകയാണ്. ബാബുണ്ണനെ കൂടി വരും. വാവ് വാവ് വിളിച്ച് വിളിച്ച്. കൊള്ളാം. എനിക്കൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ തൊലിയൊക്കെ ഉരിഞ്ഞിങ്ങനെ ഇല്ലാന്നിരിക്കുമല്ലോ. ഞാൻ തിരിച്ചിടുമ്പോഴത്തേക്ക് ഇത് മൊത്തം പൊടിഞ്ഞു വാരി പോകുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അത് കുഴപ്പമില്ല. അത് നമ്മുടെ വെണ്ണയ്ക്കകത്ത് വറുത്തെടുത്ത 1000 പല്ലിയോ 1000 പല്ലിയുടെ ഒരു യോഗവേ. എണ്ണയ്ക്കകത്തൊന്നും അല്ല, ബട്ടറിനകത്താണ് നമ്മൾ വറുത്തെടുക്കുന്നത്. കുറച്ച് ബട്ടർ കൂടി ഇടുക കേട്ടോ. മറ്റേ വശം മുരിഞ്ഞെടുത്തപ്പോഴത്തേക്ക് ആ ബട്ടറെല്ലാം തീർന്ന്. ഈ വശത്തോട് ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബട്ടറിനകത്തോ ഈ മീൻ വലിയ മസാലകൾ, ഇപ്പം ബട്ടറിന്റെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഈ ഒത്തിരി മസാലയൊന്നും ചേർക്കാത്ത സിമ്പിളായിട്ട് നമ്മൾ ഒന്നി കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി. ചിലവർ മഞ്ഞപ്പൊടി അങ്ങനെ ചേർക്കാറില്ല. എനിക്ക് പിന്നെ മഞ്ഞപ്പൊടി ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മഞ്ഞപ്പൊടി ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പോഴും മഞ്ഞപ്പൊടി ഉപ്പും കുരുമുളക് പൊടിയൊക്കെ മാത്രം ഇട്ടു. നമ്മൾ ഒത്തിരി മസാല ഇടുന്നതിനെക്കാട്ടി നല്ലത്. കറക്റ്റ് രുചി അറിയാൻ പറ്റിയ സാധനത്തിന്റെ. സാധാരണ ഈ 1000 പല്ലി എന്നൊക്കെ പറയുമ്പോഴേ അത് ഒരുപാട് കിലോ കൂടുതലുള്ള വലിയ മീനുകളാണ്. എനിക്ക് അതിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ വീട്ടിലെ അമ്മയൊക്കെ ഇതൊക്കെ വറുത്തൊക്കെ തരുമായിരുന്നു. അപ്പൊ ഇപ്പോഴെന്നെ ഇഷ്ടം കൊണ്ട് ഞാൻ ഈ ചെറുതായെടുത്ത്. എന്താന്നോ, വലുതൊന്നും പിടിച്ചിങ്ങനെ എടുക്കാനുള്ള ഒരു ബാലൻസും ഇല്ല, എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ ഈ ചെറുതെടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കിയേ. അങ്ങനെ നമ്മുടെ 1000 പല്ലി റെഡി ആയിട്ടുണ്ട്. മുരിഞ്ഞ് മറ്റേ വശമൊക്കെ മുരിഞ്ഞ് കണ്ടോ, ഇങ്ങനെ തിളയ്ക്കുന്ന കിടന്ന മുരുമുരാന്ന വെണ്ണയുടെ കിടന്ന്. ഞാൻ മുളകൊന്നും ചേർക്കാത്തോണ്ടേ അതിന്റെ ആ ഒരു മണമൊന്നുമില്ല, വേറൊരു മണം കേട്ടോ. കുരുമുളകും മഞ്ഞപ്പൊടിയും മാത്രമല്ലേ ഉള്ളൂ. മസാല കുറച്ചുകൊണ്ടുള്ള പരിപാടിയാണ്.
ഞാൻ ഒന്നുകൂടെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് ഉണ്ട്, റെഡിയായി. ഞാനിങ്ങനെ സത്യം പറയാമല്ലോ, എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിങ്ങനെ തന്നെ എനിക്ക് എൻ്റെ കയ്യിൽ ഇത് മുരിഞ്ഞ് കിട്ടുമോ എന്നുള്ളത്. ഇതിങ്ങനെ ക്ലിയറില്ലാന്ന് കിടന്നുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല. ആയിരം വലിയ ചതിച്ചില്ല. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് തീരെയാട്ടോ. സിമ്പിൾ അല്ലയോ, എളുപ്പമല്ലയോ? കുരുമുളകും മഞ്ഞപ്പൊടി ഇട്ട് നീന്തായി വറുത്തെടുത്ത്. പിന്നെ എന്നതൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇച്ചിരി ബട്ടർ ചേർത്തേ ഉള്ളൂ. പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്ക് അവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാവും ഇതിനകത്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് നമ്മൾ കുറച്ച് തള്ളിയും കൂടെ അങ്ങ് മറിച്ച് കൊടുത്താൽ മതി. അതങ്ങനെ അങ്ങനെയാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കഴിച്ചോളും. അപ്പോൾ അവന്മാരിപ്പം വരും കേട്ടോ. വരുമ്പോഴത്തേക്ക് ഞാനത് കൊടുക്കാം.